രമണിക്ക് 3 ലക്ഷം, പത്തനംതിട്ടയിലെ അവറാച്ചന് 5 ലക്ഷം, കൊച്ചിയിലെ അബ്ബാസിന് 10 ലക്ഷം, പാലക്കാട്ടെ മാധവന് 15 ലക്ഷം തുടങ്ങിയ സമ്മാനങ്ങൾ നേടിക്കൊടുത്ത കേരള ഗവൺമെന്റ് ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളാണ് ഈ വാഹനത്തിലൂടെ ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. ടിക്കറ്റ് വില കേവലം 10 രൂപ മാത്രം. അറച്ചു നിൽക്കാതെ പഠിച്ചു നിൽക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള 10 രൂപ കൊടുത്തൊരു ടിക്കറ്റ് വാങ്ങിയാൽ നാളെ നിങ്ങളായിരിക്കും ഭാഗ്യവാൻ, നിങ്ങളായിരിക്കും ഭാഗ്യവതി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ഭാഗ്യവാന്മാരെ ലക്ഷാധിപതികളാക്കിയ അടിപക്ക ലക്കി സെന്ററിന്റെ ടിക്കറ്റുകളാണ് ഈ വാഹനത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് നറുക്കെടുപ്പ്. കാഞ്ചൻജംഗ ലോട്ടറീസിന്റെ നറുക്കെടുപ്പ് നാളെയാണ്. ഇതെന്താ ഇവിടെ ഏതെങ്കിലും ജംഗ്ഷനിലോട്ട് നിർത്തുക? വേണ്ട മോനെ രാമേന്ദ്ര, ഇവിടെ കിട്ടുന്ന കച്ചവടമൊക്കെ മതി. ജംഗ്ഷനിൽ നിർത്തിയ അവിടെ കാണുന്ന സാധനമൊക്കെ വാങ്ങി തിന്നെന്ന് എനിക്ക് തോന്നും. അങ്ങനെ എന്നെ പട്ടിണിക്കിട്ടിട്ട് പണിയെടുപ്പിക്കാമെന്ന് താൻ വിചാരിക്കണ്ട. ഇതിലെന്താ ഇപ്പൊ പട്ടിണിയുടെ പ്രശ്നം? പ്രശ്നമുണ്ട്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടേ അനൗൺസ് ചെയ്യുന്ന പ്രശ്നമുള്ളൂ. രാമേന്ദ്ര, നീ എന്നെ കുത്തുവാൾ എടുപ്പിക്കരുത്. ഉച്ചാരണ ശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്ത്. ഇനിയും നീ വാശി പിടിക്കുകയാണെങ്കിൽ പഠിച്ചവനാണ് നിന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കയറി അനൗൺസ് ചെയ്യും. എന്റെ അമ്മു, അപ്പൊ ജോലി പോലെ പോയിട്ടുണ്ടല്ലേ? അതുകൊണ്ടല്ല, തന്റെ അനൗൺസ്മെന്റ് കേൾക്കാനുള്ള മനക്കരുത്ത് എനിക്ക് ഇല്ലാത്തതുകൊണ്ട്. ആളെ കൊച്ചാക്കല്ലേ. അമ്മായിക്കോട്ടെ. സുഹൃത്തുക്കളെ, കേരളത്തിന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളുടെയും ലോട്ടറികൾ ഇവിടെ ലഭ്യമാണ്. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം, ഭൂട്ടാൻ, മേലാഗയ അതേ സ്ഥലം തമിഴ്നാട്, മേലാഗയ, മാതൃഭൂമി, പിടിച്ചോ കള്ളൻ. ഞാൻ കൈകാര്യം സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. സോറി കേട്ടോ. അയ്യോ, എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. സോറി കേട്ടോ. ഞാൻ സോറി പറയിപ്പിക്കാം. അവിടെ പൊന്ന് സാറെ ഭാര്യക്ക് ചവിട്ടാൻ കംപ്ലൈന്റ്. മനസ്സിലായോടാ ഞാൻ ആരാണെന്ന്? മനസ്സിലായി. എന്റെ പൊന്ന് സാറേ, എന്നെ തല്ലരുത്. സത്യം പറഞ്ഞോടാ റാസ്കൽ. എന്നെ തല നിങ്ങൾ ഇങ്ങോട്ടയച്ചു തരാം. അയ്യോ, അത് പിന്നെ ഞങ്ങള് എടാ സ്ഥല SIക്ക് ഗതിയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നീ പൊറപ്പിക്കോടാ. സത്യമായിട്ട് ആള് മാറിപ്പോയതാ. ദുബായി കൊണ്ടുപോകാൻ വിസ തരാന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ എന്റെ കാശ് വാങ്ങിച്ചിട്ട് മുങ്ങിക്കളഞ്ഞ്. അവനാണെന്ന് തെറ്റിദ്ധരിച്ച സാറിനെ ഞങ്ങൾ എടുത്തിട്ട് പെരുമാറിയത്. എന്താണ് നിന്റെ പേര്? രാമേന്ദ്രൻ. അടിമക്കന്ന്. ഇനി സിറ്റിയിൽ രണ്ടിനെയും കണ്ടുപോരുത്. ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വീട്ടിൽ കൊണ്ടിട്ടാ എന്താ കൊലക്കുറ്റാ നമ്മളിത് ഷർട്ട് വീട്ടിൽ പോയിട്ടാണ്. അപ്പൊ വീട്ടിൽ പോയിട്ടല്ലേ